നമ്മള് മാർക്കറ്റിൽ ഒരുപാട് നാളായിട്ട് മാർക്കറ്റിൽ ഉണ്ടായിട്ടും മാർക്കറ്റിനെ അനലൈസ് ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ ഈ ഒരു വീഡിയോ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് മാർക്കറ്റിനോടുള്ള കാഴ്ചപ്പാട് കംപ്ലീറ്റ് മാറും. ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ അധികം ആരും നമുക്ക് പറഞ്ഞു തരില്ല. അത് ഒന്നാമത്തെ കാര്യം. അധികം നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് കുറവാണ്, അധികം ആരും പറഞ്ഞു തരത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ഞാൻ ആദ്യം തന്നെ പറയാം. ഇത് നമ്മുടെ മാർക്കറ്റ് ആണെന്ന് കരുതാം. ഈ കാണുന്ന ഈ ലൈൻസ് നമ്മുടെ മാർക്കറ്റ് ആണെന്ന് കരുതാം. ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും വായിക്കുന്നതും അറിയുന്നതും എല്ലാം എന്താണ്? ഈ ഒരു മാർക്കറ്റ് ഇങ്ങനെ അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത് അപ് ട്രെൻഡ് ആണെന്നാണ് നമുക്ക് പൊതുവേ ഉള്ള ഒരു നമ്മൾ പഠിച്ചു വെക്കുന്നത്, അല്ലെ? ഇതൊരു അപ് ട്രെൻഡ് ആണ്. മാർക്കറ്റ് ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അപ് ട്രെൻഡ് ആണ്. ഓക്കെ, ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇതൊരു അപ് ട്രെൻഡ് ആണെന്ന് പറയുന്നത്? എന്ത് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ്? പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത് അപ് ട്രെൻഡ് ആണ്. ഇങ്ങനെയല്ലേ നമ്മൾ എല്ലാവരും പഠിപ്പിക്കുന്നതും നമ്മൾ പഠിച്ചു വെക്കുന്നതും? പ്രൈസ് മുകളിലേക്ക് പോകുന്നുണ്ട്, അതുകൊണ്ട് ഇത് അപ് ട്രെൻഡ് ആണ്. എന്നാൽ പ്രൈസ് മുകളിലേക്ക് ശരിക്കും മാർക്കറ്റിനുള്ള പ്രൈസിന് മുകളിലേക്ക് ഇതേപോലെ പുഷ് ചെയ്യണമെങ്കിൽ അത് ആരെ കൊണ്ടേ സാധിക്കുള്ളൂ? എനിക്ക് സാധിക്കുമോ? ഇല്ല. നമുക്ക് ആർക്കെങ്കിലും സാധിക്കുമോ? ഇല്ല. കാരണം നമ്മുടെ കൈവശം അത്രയധികം പണമില്ല. ഓക്കെ, അത്രയധികം പണം എന്ന് പറയുമ്പോൾ 10 ലക്ഷമോ 1 കോടിയോ 10 കോടിയോ പോരാ. ഇതിന് 100ഉം 500ഉം 1000ഉം 10,000 കോടിയാണ് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്? അതിലധികം എമൗണ്ട് ആണ് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യുന്നത്. അത്ര അധികം പണം മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്താലേ പോകത്തുള്ളൂ. അപ്പൊ ഈ പണം ഇവിടെ പമ്പിങ് നടക്കുന്നുണ്ടോ? അതായത് മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകുന്ന ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ബിഗ് പ്ലേയേഴ്സും ഈ മൂവ്മെന്റിൽ ഉണ്ടോ? ഇത് നമ്മൾ എത്ര പേര് ശ്രദ്ധിക്കാറുണ്ട്? ഇത് പ്രൈസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാകില്ല. പ്രൈസ് എന്ന് പറയുന്നത് ഒരു റിസൾട്ട് മാത്രമാണ്. എന്തോ ഒരു ട്രാൻസാക്ഷൻ നടന്നതിന്റെ റിസൾട്ട് ആണ്. ഓക്കെ, അല്ലാതെ അവിടെ ബിഗ് പ്ലേയേഴ്സ് ഉണ്ട് എന്നതിന്റെ സൂചനയല്ല പ്രൈസ് മുകളിലേക്ക് പോകുന്നത്. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 2, എങ്ങനെ മനസ്സിലാക്കാം മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ, ഇതേപോലെ മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അവിടെ ബിഗ് പ്ലേയേഴ്സ്, മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യേണ്ട ആ ഒരു ബിഗ് പ്ലേയേഴ്സ് ഉണ്ടോ? അവരില്ലാതെ മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? മാർക്കറ്റ് ഇങ്ങനെ പോയിട്ട് ഒരൊറ്റ താഴ്ച അങ്ങ് പോകും. നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ എവിടെയെങ്കിലൊക്കെ ബൈ ചെയ്യും. ഇവിടെ ബൈ ചെയ്യാം, ഇവിടെ ബൈ ചെയ്യാം, ഇവിടെ ബൈ ചെയ്യാം. കുറച്ച് കഴിയുമ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യും? ഒരൊറ്റ താഴ്ച അങ്ങ് താഴുന്നതാണ്. നമ്മൾ ഇതറിയില്ല. കാരണം എന്താണ്? നമ്മൾ പ്രൈസ് മാത്രമാണ് നോക്കിയത്. പ്രൈസ് നോക്കിയിട്ട് നമ്മൾ മനസ്സിലാക്കി മാർക്കറ്റ് അപ്സൈഡ് ആണെന്ന്. നമ്മുടെ വ്യൂ തെറ്റി. അപ്പോ നമ്മള് ഇവിടെ നോക്കേണ്ടത് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്രസൻസ് ഉണ്ടോ എന്ന് മനസ്സിലാക്കണം. അപ്പൊ എങ്ങനെ മനസ്സിലാക്കാം എന്നതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അതിന് നമുക്ക് റിയൽ ചാർട്ടിലേക്ക് തന്നെ പോവാം. ഓക്കെ, ഈ ലൈൻ ചാർട്ടൊക്കെ ഒന്ന് റിമൂവ് ചെയ്യട്ടെ. നമുക്ക് റിയൽ ചാർട്ടിലേക്ക് പോവാം. തൊട്ട് താഴെ നമ്മൾ ഈ കാണുന്നത് നിഫ്റ്റി ആണ്. ഓക്കെ, നിഫ്റ്റിയുടെ ചാർട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ നിഫ്റ്റിയുടെ ചാർട്ട് എല്ലാവരും ഒന്ന് നോക്കി. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഇത് പലരും, ഒരുപാട് പേര് മാർക്കറ്റിൽ കണ്ടിട്ടുള്ളതായിരിക്കും. മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ മാർക്കറ്റ് താഴേക്ക് പോകുന്നു. ഇത് പലപ്പോഴും പലരും എപ്പോഴെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമായിരിക്കും. എന്തോ കാരണത്താൽ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നു, എന്തോ കാരണത്താൽ മാർക്കറ്റ് ഡൗൺ സൈഡ് പോകുന്നു. പക്ഷെ കാരണമില്ലാതെയല്ല. മാർക്കറ്റ് മൂവ് ചെയ്യുന്നതിനെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള കാരണമുണ്ട്. ഓക്കെ, അപ്പോ ഈ ഒരു അപ്സൈഡ് മൂവ് കണ്ടോ? എല്ലാവരും ഒന്ന് നോക്കിയേ. ഈ ഒരു അപ്സൈഡ് മൂവ് എല്ലാവരും ഒന്ന് നോക്കിയേ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അപ്സൈഡ് മൂവില് മാർക്കറ്റ് ഈ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാർക്കറ്റിലേക്ക് പണം പമ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. ഓക്കെ, അതറിയാൻ കുറച്ച് മാർഗങ്ങളുണ്ട്, കുറച്ച് വഴികളുണ്ട്. ശ്രദ്ധിച്ചു കേൾക്കുക. ഇനി അങ്ങോട്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഓരോ പോയിന്റും ശ്രദ്ധിച്ച് കേട്ടാൽ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കാം, കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കാം, എൻ്റെ പേഴ്സണൽ മെസ്സേജ് അയക്കാം. ഡൗട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് ചോദിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. മാർക്കറ്റ് ഈ അപ്സൈഡ് പോകുന്ന എല്ലാവരും കണ്ടു. ഇവിടെ കുറെ ഗ്രീൻ ക്യാൻഡിൽസ് ഉണ്ട്, റെഡ് ക്യാൻഡിൽസ് ഉണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കെല്ലാം വളരെ ഫ്രീ ആയിട്ട് നമ്മൾ ബ്രോക്കേഴ്സിൽ തന്നെ, നമ്മൾ യൂസ് ചെയ്യുന്ന ബ്രോക്കേഴ്സിൽ തന്നെ അവര് നമുക്കൊരു ഡേറ്റ തരുന്നുണ്ട്. ആ ഡേറ്റ ഇതാണ്ട് ഞാൻ ഇവിടെ താഴെ കാണിക്കാം. ഈ ഒരു ഡേറ്റ എല്ലാവരും കണ്ടോ? ഈ തൊട്ട് താഴെ കാണുന്ന ഫ്രീ ആണ്. നമ്മുടെ എല്ലാവരുടെയും ബ്രോക്കേഴ്സിൽ, ട്രേഡിംഗ് വ്യൂവിൽ കിട്ടില്ല,
നമ്മുടെ ബ്രോക്കേഴ്സിൽ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഡേറ്റ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ ഡേറ്റ എന്ന് പറയുന്നത് ഇവിടെ മാർക്കറ്റിലെ ബിഗ് പ്ലെയേഴ്സ് അല്ലെങ്കിൽ ബിഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊസിഷൻ എടുക്കുന്നുണ്ടോ, അവര് മാർക്കറ്റിൽ പുതിയ പുതിയ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഈ ഒരു ഒറ്റ ഡേറ്റ നോക്കിയാൽ മനസ്സിലാവും. ഇത് നമ്മുടെ ബ്രോക്കേഴ്സ് ഡയറക്റ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ തന്നിരിക്കുന്നതാണ്. നമ്മുടെ എല്ലാ ബ്രോക്കേഴ്സിൽ അവൈലബിൾ ആണ്, എക്സ്ചേഞ്ചിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ ആണ്. ഓക്കെ, അപ്പോ ഈ ഒരു പ്രൈസിനെ മാത്രം നോക്കാതെ ഇനി ഇവിടെ ഒന്ന് നോക്കി, ഈ ഒരു ഡേറ്റയും മാർക്കറ്റിനെ തമ്മിലൊന്ന് റീഡ് ചെയ്തേ. മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നുണ്ട്, മാർക്കറ്റ് ഇവിടെ അപ്സൈഡ് പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ ബിഗ് പ്ലെയേഴ്സിന്റെ പൊസിഷൻ അല്ലെങ്കിൽ മാർക്കറ്റിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ബിഗ് പ്ലെയേഴ്സിന്റെ പൊസിഷൻസിന് എന്ത് സംഭവിക്കുന്നു നോക്കി, അത് താഴേക്ക് പോവുകയാണ്. അത് കുറഞ്ഞ് താഴേക്ക് വരികയാണ്. ഓക്കെ, ഈ ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളതും ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചാർട്ട് ഒന്ന് റിഫ്രഷ് ആയതാണ്. ഓക്കെ, ഇൻഡിക്കേറ്റർ ഏതാണെന്നുള്ളതും അതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഒരു സെക്കൻഡ്, ചാർട്ട് ഒന്ന് റിഫ്രഷ് ആയിരുന്നു. ഓക്കെ, ഇടയ്ക്ക് ആ ഒരു പ്രശ്നം വന്നതിന് സോറി കേട്ടോ, അത് എന്റെ ചാർട്ട് ഒന്ന് റിഫ്രഷ് ആയപ്പോ നെറ്റിന്റെ ഒരു ഇഷ്യൂ വന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഇനി ഇവിടെ ഒന്ന് നോക്കി, ഇവിടെ നമ്മുടെ മാർക്കറ്റ് അപ്സൈഡ് പോകുന്നത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ ഇവിടെ ആര് പൊസിഷൻ എടുക്കുന്നില്ല, മാർക്കറ്റിനെ അപ്സൈഡ് കൊണ്ടുപോകേണ്ട ഇൻസ്റ്റിറ്റ്യൂഷൻ പൊസിഷൻ എടുക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ പൊസിഷൻസ് നോക്കി, താഴേക്ക് പോവുകയാണ്, കുറഞ്ഞു വരികയാണ്. അതായത് ഇവര് പൊസിഷൻ എടുത്താല് നമുക്കിത് ഇവിടെ ചാർട്ട് അപ്സൈഡ് പോകും. അതായത് അവർ പൊസിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു യെല്ലോ ലൈൻ എന്ത് ചെയ്യും, ഇതേപോലെ മുകളിലേക്ക് പോകും. പക്ഷെ ഇവിടെ യെല്ലോ ലൈൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ലൈൻ കണ്ടോ, ഈ ഒരു ലൈൻ താഴേക്ക് വരികയാണ്. അതായത് ഇവിടെ ആരും മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നില്ല, പുതിയതായിട്ട് പൊസിഷൻ ആഡ് ചെയ്യുന്നില്ല. ബിഗ് പ്ലേയേഴ്സ് പൊസിഷൻ ആഡ് ചെയ്യുകയല്ല. അപ്പൊ അവര് പൊസിഷൻ ആഡ് ചെയ്യുന്നില്ല. ഈ ഒരു അപ്പ് മൂവ്മെന്റിൽ ആരില്ല, ഈ ഒരു റാലിയില് ഈ മാർക്കറ്റിലുണ്ടായ ഈ ഒരു അപ്സൈഡ് മൂവില് ആരുടെ പ്രസൻസ് ഇല്ല, നമുക്ക് വേണ്ട ബിഗ് പ്ലേയേഴ്സിന്റെ പ്രസൻസ് ഇവിടെ ഇല്ല എന്നത് വളരെ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. അവരുടെ പ്രസൻസ് ഇവിടെ ഇല്ല, കണ്ടോ. അപ്പൊ ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഇനി ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, പോയിന്റ് വൈസ് പോയിന്റ് ആയിട്ട് ശ്രദ്ധിച്ച് കേൾക്കുക, എന്നാലും മനസ്സിലാവും. ഇവിടെ പെട്ടെന്ന് ഉച്ച കഴിഞ്ഞപ്പോ മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവാൻ തുടങ്ങി, കണ്ടോ. മാർക്കറ്റ് ഇവിടെ കണ്ടിന്യൂസ് താഴേക്ക് ഫോളോ ആവാൻ തുടങ്ങി. പെട്ടെന്ന് മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവാൻ തുടങ്ങിയപ്പോ ദേ ഇവിടെ അവരുടെ പൊസിഷൻ എന്ത് ചെയ്യാണ്, ഒന്ന് നോക്കി, ഈ ഒരു യെല്ലോ ലൈൻ എല്ലാവരും ഒന്ന് നോക്കി, ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ഒരു യെല്ലോ ലൈൻ എന്ത് ചെയ്യാണ്, മാർക്കറ്റ് താഴേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ അവരുടെ പൊസിഷൻ ഇൻക്രീസ് ആവുകയാണ്, കണ്ടോ. അവരുടെ പൊസിഷൻ കൂടുകയാണ്. അതായത് താഴേക്ക് പോകുമ്പോഴാണ് അവർ മാർക്കറ്റിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത്. താഴേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ബിഗ് പ്ലേയേഴ്സിന്റെ പൊസിഷൻ കണ്ടോ, ഇവിടെ രണ്ട് മാർക്കറ്റ് താഴേക്ക് വന്നു തുടങ്ങിയപ്പോൾ അവരുടെ പൊസിഷൻ ഇൻക്രീസ് ചെയ്ത് നല്ല രീതിക്ക് ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നത് കാണാം. അതായത് മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവർ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് അവർക്ക് മാർക്കറ്റിനെ എങ്ങോട്ടാ കൊണ്ടുപോവേണ്ടേ, അവർക്ക് എങ്ങോട്ടാ കൊണ്ടുപോവേണ്ടേ, താഴേക്ക്, ഡൗൺ സൈഡിലേക്കാണ് അവർക്ക് മാർക്കറ്റിനെ കൊണ്ടുപോവേണ്ടത്. അതുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നത്, അവര് ഇവിടെ പൊസിഷൻസ് ആഡ് ചെയ്യുന്നത്, കണ്ടോ. പൊസിഷൻ കൂടുന്ന കാണാം. ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കിയേ, മാർക്കറ്റ് മുകളിലേക്ക് പോയപ്പോ ഇവിടെ പുതിയ പൊസിഷൻ ഇല്ല. ഞാൻ ഇവിടെ നോക്കിയേ, മാർക്കറ്റ് മുകളിലേക്ക് പോയ സമയത്ത് അവരുടെ പൊസിഷൻ എന്ത് ചെയ്യാണ്, കുറഞ്ഞ് താഴേക്ക് വരികയാണ്, കണ്ടോ. നല്ല രീതിക്ക് പൊസിഷൻ കുറയാണ്. പക്ഷെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, അവരില്ലാതെ അപ്സൈഡ് പോവുകയാണ്. അവരുടെ പുതിയ പൊസിഷൻസ് ഇല്ലാതെ അല്ലെങ്കിൽ ബിഗ് പ്ലേയേഴ്സ് ഇല്ലാതെ മാർക്കറ്റ് അപ്സൈഡ് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് സസ്റ്റെയിൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം എന്താ സംഭവിച്ചേ, ഉച്ചയ്ക്ക് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നപ്പോ ഇവിടെ കൃത്യമായിട്ട് കാണാം, പെട്ടെന്ന് അവരുടെ പൊസിഷൻ കൂടുന്നുണ്ട്. ഇത് നമ്മൾ അറിയില്ല, ഇത് പ്രൈസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവോ. പ്രൈസിൽ എവിടെയെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഈ ഒരു ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യാതെ പ്രൈസ് മാത്രം നോക്കിയാൽ നമുക്ക് ഈ കാര്യം മനസ്സിലാവും ഇല്ല, ഈ ഒരു കാര്യം നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോ ഇനി നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവും. അപ്പൊ ഈ ഒരു ദിവസം നമ്മൾ എന്താ കണ്ടത്, മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരില്ലെന്നും താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ
ദേ ഇവിടെ കൃത്യമായിട്ട് അവരുടെ പ്രസൻസ് കൂടുന്നത് നമുക്ക് കാണാം. അപ്പൊ അവർക്ക് താഴേക്കാണല്ലോ മാർക്കറ്റിനെ കൊണ്ടുപോകേണ്ടത്. തൊട്ടടുത്ത ദിവസം എന്താ സംഭവിച്ചെന്ന് നോക്കിയേ മാർക്കറ്റിലെ. ദേ ഇവിടെ വെച്ചിട്ടാണ് ദിവസം അവസാനിക്കുന്നത് കേട്ടോ, ഇവിടെ വെച്ചിട്ട്. തൊട്ടടുത്ത ദിവസം എന്താ സംഭവിച്ചെന്ന് നോക്കിയേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്ത ഉടനെ ഒരു ഫോള് കണ്ടോ. കാരണം എന്താണ്? എന്തുകൊണ്ടാ മാർക്കറ്റ് താഴേക്ക് ഫോളോ ആയത്? കഴിഞ്ഞ ദിവസം മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ അവർ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ. താഴേക്ക് മാർക്കറ്റ് വരുമ്പോൾ പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു, പുതിയ പൊസിഷൻ. ഇവിടെ നോക്കൂ, ഈ ഒരു യെല്ലോ ലൈൻ നോക്കൂ, പൊസിഷൻ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്സൈഡിലോട്ട് പോകുമ്പോൾ എടുക്കുന്നില്ല. അതായത് അവർക്ക് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാനാണ് ബിഗ് പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ് പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് കണ്ടോ. പിറ്റേ ദിവസം മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് തലേ ദിവസം അവരുടെ താല്പര്യം എന്താണ്? മാർക്കറ്റ് താഴേക്ക് ഡൗൺ സൈഡ് കൊണ്ടുവരണമെന്നായിരുന്നു. അത് അതേപോലെ പിറ്റേന്ന് നടക്കുകയല്ലേ. അവരാ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നതെന്ന് ഓർക്കുക, നമ്മളല്ല. ഇത് പ്രൈസ് മാത്രം നോക്കിയാൽ മനസ്സിലാവില്ല. പിറ്റേ ദിവസം മാർക്കറ്റ് താഴേക്ക് ഫോളോ ആവുകയാണ് കണ്ടോ. മാർക്കറ്റ് താഴേക്ക് 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 ഫോളോ ആവുകയാണ്. താഴേക്ക് ഫോളോ ആകുമ്പോൾ ഇവിടെ ഡൗൺ സൈഡ് മാർക്കറ്റ് വരുമ്പോൾ അവരുടെ പൊസിഷൻ കണ്ടോ പിന്നെയും ഇൻക്രീസ് ആവുന്നുണ്ടോ. അവരുടെ പൊസിഷൻ പിന്നെ ഇൻക്രീസ് ആവുകയാണ്. അതായത് ഈ ഡൗൺ സൈഡ് മൂവിൽ ആരുണ്ട്? ബിഗ് പ്ലേയേഴ്സിന്റെ പൊസിഷനിങ് ഉണ്ട്. മാർക്കറ്റ് സ്ട്രോങ് ഡൗൺ ട്രെൻഡിലാണ് എന്നതിന്റെ സൂചനയാണ്. ഈ ട്രെൻഡിൽ അവരുണ്ട്. ഈ ഒരു ഡൗൺ ട്രെൻഡിലെ അവരുടെ പ്രസൻസ് ആണ് നമ്മൾ ഈ കാണുന്നത് കണ്ടോ. അവരുടെ പ്രസൻസ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പൊസിഷൻ ആഡ് ചെയ്യുന്നതും അത് അപ്സൈഡിലോട്ട് പോണതും ഈ ഒരു യെല്ലോ ലൈൻ നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ കഴിഞ്ഞ ദിവസം കണ്ടോ മാർക്കറ്റ് ഈ ഒരു അപ്സൈഡ് പോയപ്പോൾ അവരുടെ പ്രസൻസ് ഉണ്ടായിരുന്നോ? ഇല്ല. ഈ ഒരു യെല്ലോ ലൈൻ താഴേക്ക് പോവുകയായിരുന്നു. പ്രസൻസ് ഇല്ല. പ്രസൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. അവരുടെ പ്രസൻസ് കണ്ടു തുടങ്ങിയ എപ്പോഴാണ്? മാർക്കറ്റ് ഡൗൺ സൈഡ് പോയപ്പോഴാണ്. അതായത് ഡൗൺ സൈഡ് കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം. ഓക്കെ, അപ്പൊ അത് പിറ്റേ ദിവസം മാർക്കറ്റ് ആ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്തു. ഇനി ഇതിന്റെ കണ്ടിന്യൂവേഷൻ ഒന്ന് നോക്കി. ഈ ഒരു മാർക്കറ്റിന്റെ കണ്ടിന്യൂവേഷൻ, മാർക്കറ്റ് താഴേക്ക് 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 ഫോളോ ആയി വന്നിട്ട് ദേ ഇവിടെ വെച്ചിട്ട് മാർക്കറ്റ് പെട്ടെന്ന് അപ്സൈഡ് പോണു. അപ്സൈഡ് പോയപ്പോ ദേ പിന്നെയും അവരുടെ ഇവിടെ കണ്ടോ അവരുടെ പ്രസൻസ് കുറയുന്നു. അതായത് അപ്സൈഡ് പോകുമ്പോൾ എല്ലാം അവരുടെ പ്രസൻസ് കുറയുകയാണ് കണ്ടോ. ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നോക്കി, ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ എന്ന് നോക്കുക. മാർക്കറ്റ് അപ്സൈഡ് പോകുമ്പോൾ അവരുടെ പ്രസൻസ് കുറയുകയാണ് കണ്ടോ. എന്നാൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാർക്കറ്റ് താഴേക്ക് വന്നപ്പോൾ അവരുടെ പ്രസൻസ് കൂടുകയാണ്. അതായത് താഴേക്ക് മാർക്കറ്റ് പോകുമ്പോൾ, ഡൗൺ സൈഡിലേക്ക് മാർക്കറ്റ് പോകുമ്പോൾ അവരുടെ പ്രസൻസ് കൂടി കൂടി വരികയും അപ്സൈഡിലോട്ട് പോകുമ്പോൾ അവരുടെ പ്രസൻസ് കുറഞ്ഞു കുറഞ്ഞു വരികയും. അതായത് അവർക്ക് വേണ്ടത് എന്താണ്? മാർക്കറ്റിനെ ഡൗൺ സൈഡിലേക്ക് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാണ്. അതുകൊണ്ടാണ് ഡൗൺ സൈഡിലേക്ക് പോകുമ്പോൾ അവരുടെ പ്രസൻസ് കൂടുന്നത്. അപ്സൈഡ് പോകുമ്പോൾ അവരുടെ പ്രസൻസ് ഇല്ല, അവരുടെ പ്രസൻസ് കുറഞ്ഞു വരികയാണ് കണ്ടോ. അപ്പൊ ഇത് എപ്പോഴും പലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പ്രൈസ് മാത്രം റീഡ് ചെയ്യാൻ നിന്നാൽ, അതാണ്ട് ഇപ്പൊ പ്രൈസ് നോക്കിയിട്ട് ഇവിടെ ഒരു ക്യാൻഡിൽ ഫോർമേഷൻ ഉണ്ട്, ഇവിടെ ഈ ക്യാൻഡിൽ ഉണ്ട്, ആ ക്യാൻഡിൽ ഉണ്ട്. ഈ ക്യാൻഡിൽസ് മാത്രം നോക്കിയാൽ മാർക്കറ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലായി. പക്ഷെ നമ്മൾ പഠിക്കുന്നതും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുന്നത് എല്ലാം തന്നെ ഈ പ്രൈസിൽ എന്തോ നടക്കുന്നു, പ്രൈസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസിഷൻ എടുക്കാം, പ്രൈസ് ആണ് എല്ലാം എന്നതാണ് നമ്മൾ തീരുമാനിക്കുന്നത്. ആക്ച്വലി പ്രൈസ് എന്താണ്? ഈ പ്രൈസ് എന്ന് പറയുന്നത് അവരെടുക്കുന്ന പൊസിഷന്റെ റിസൾട്ട് ആണ് പ്രൈസ്. അതായത് ബിഗ് പ്ലേയേഴ്സ് എടുക്കുന്ന പൊസിഷന്റെ റിസൾട്ട് മാത്രമാണ് പ്രൈസ്. പ്രൈസ് മാത്രമല്ല മാർക്കറ്റിലെല്ലാം. പക്ഷെ നമ്മൾ എല്ലാവരും പ്രൈസ് മാത്രം വെച്ചിട്ടാണ് മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊന്ന് നോക്കി, ഇവിടെ പ്രൈസ് അപ്സൈഡിൽ മൂവ് ചെയ്യുമ്പോൾ, പ്രൈസ് ഇവിടെ മുകളിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ താഴെ ബിലോ ഇവരുടെ പ്രസൻസ് ഉണ്ടോ എന്ന് നോക്കുക. ഇതെപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ഇവരുടെ പ്രസൻസ് കുറയാണ് കണ്ടോ. അപ്പൊ ഇനി അടുത്ത ചോദ്യം, ഇത് എങ്ങനെ നമുക്ക് ഇനി മനസ്സിലാക്കാം? നമ്മുടെ ചാർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പറയാ, താഴെ കമന്റിൽ പറയാ. വീഡിയോ ഇത് യൂസ്ഫുൾ, എനിക്ക് അറിയില്ല ഇത് എത്രത്തോളം പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്, ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അതിനാകുള്ള വഴി എന്ന് പറയുന്നത് താഴെ പറയുക. മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് പറയാ, യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് പറയാ. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഈ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ഇത്രയെങ്കിലും കുറച്ചെങ്കിലും മനസ്സിലായിട്ടുണ്ട്, ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പറയാ. ഞാൻ ഇതിന്റെ ഈ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ചെയ്യുന്നതായിരിക്കും. ഇതെങ്ങനെയാണ് ഈ ഒരു ഇൻഡിക്കേറ്റർ ആഡ് ചെയ്യുന്നത്, ഇത് ഏതാണ് ഇൻഡിക്കേറ്റർ, ഇത് എങ്ങനെയാണ് നമ്മുടെ ചാർട്ടിൽ ആഡ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് പ്രൈസ് മാത്രം റീഡ് ചെയ്യാതെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഡേറ്റ കൂടി നമ്മൾ റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പൊ എത്രത്തോളം ആൾക്കാർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ, അതായത് നമ്മൾ കാണുന്ന ഓഡിയൻസിന് എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ടോ
അതനുസരിച്ചിട്ട് ഞാൻ കണ്ടിന്യൂഷൻ ചെയ്യാം. ആർക്കും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഇത് യൂസ്ഫുൾ ആവുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എത്രത്തോളം ലൈക്സ് കമന്റ്സ് ഉണ്ടോ അതനുസരിച്ചിട്ട് ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഇനി മുതൽ നമ്മൾ ശ്രദ്ധിക്കുക, പ്രൈസ് മാത്രമല്ല റീഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതിന് പിന്നിൽ ഇതേപോലുള്ള ഡേറ്റകളുണ്ട്. ഈ ഡേറ്റ നമുക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെന്ന് ഓർക്കുക, ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്യുന്നതായിരിക്കും കേട്ടോ. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം, അല്ലാതെ ആഡ് ചെയ്തിരുന്നാൽ മതി. എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ. ഗ്രൂപ്പിൽ ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ട് ഞാൻ ആഡ് ചെയ്തേക്കാം. അത്രേ ഉള്ളൂ.